സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മില്ലറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. അതെന്ന് പറഞ്ഞാൽ സ്വർഗം മില്ലറ്റിൻ്റെ ജവാറിൻ്റെ മക്രോണി എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഒരു പസ്റ്റ് തന്നെയാണ് സംഭവം. ഒരു യു ഷേപ്പിൽ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചർ ഒന്ന് നോട്ട് ചെയ്യുമ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ, നോൺ പ്രിസർവേറ്റീവ്, ഇത് സർട്ടിഫൈഡ് ആണ്. ഇത് ESP ഓർഗാനിക്കും പിന്നെ SKS എന്ന് എഴുതിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഇത് 250 കാക്കിലോ 8.8 ounce ആണെന്ന് പറയുന്നുണ്ട്. ഇത് കമ്പനി ഇതാണ്, ബിഗ് ഗ്രീൻ ഓർഗാനിക്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് CCOF സർട്ടിഫൈഡ് ആണ്. അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസിൽ ഇവർ സ്വർഗം വെച്ചിട്ട് മാത്രം തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ചൈനയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സാങ്കേതികവിദ്യ നമ്മുടെ ഇന്ത്യയിലെ ഭൂമികലത്തിലും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും നൂഡിൽസും മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, വാല്യൂഡ് ഉണ്ട്. പക്ഷെ എല്ലാത്തിലും ഈ മൈദ മിക്സാണ് ഞാൻ കൂടുതലും കണ്ടേക്കണം. പ്യുവറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മില്ലറ്റിൻ്റെ ഈ വാല്യൂഡ് പ്രോഡക്റ്റ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി എൻ്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞൂടാ, എന്തെങ്കിലും ആളുകൾ നിങ്ങളാരെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്താൽ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് മക്രോണി, സ്വർഗം വെച്ചുണ്ടാക്കിക്കണം. റെഡ് സ്വർഗം വെച്ചിട്ടുണ്ടാക്കിയ മക്രോണി. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഗ്രില്ലെടുക്കാം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ നമ്മളത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സ്വർഗം മക്രോണി. ഇത്തിരി അത്യാവശ്യം കട്ടിയുണ്ട്, പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പിന്നെ ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ 3 ക്വാർട്ട് വെള്ളം എടുക്കുക. 3 ക്വാർട്ടെന്ന് പറയുമ്പോൾ ഒരു 3 ലിറ്ററിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അത് തിളപ്പിക്കുക, ഉപ്പിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് 1/4 ഓഫ് ദ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 56 ഗ്രാം ഇടുക. അപ്പോൾ ഒരു സെർവിങ് ആവുമെന്നാണ് പറയണം. പിന്നെ അത് കുക്ക് അണ്ടിൽ അൽഡെൻഡെ എന്ന് എഴുതിയിരിക്കുന്നത്. അൽഡെൻഡെ എന്ന് ഇറ്റാലിയനാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാകത്തിന്, കുഴഞ്ഞു പോകാതെ 10 മിനിറ്റ് കുക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വർഗം മക്രോണി വെച്ചിട്ടുള്ള ഇതുണ്ടാക്കി, ചീസ് ചേർത്ത്. അപ്പോൾ സാധാ മാക്കാൻ ചീസ് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സ്വാദിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല, സ്വർഗമായതുകൊണ്ട്. നോർമൽ മക്രോണി പോലെ തന്നെയാണ്. ഓക്കെ.